എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ട്, ഒരു പെൺകുട്ടിയാണ്, അവൾ പറയാറുണ്ട് അവൾ സ്പിരിച്വലാണ്. സ്പിരിച്വലി അവൾ എന്നോട് പറഞ്ഞു ഞാൻ യോഗ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു യോഗ പഠിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ സ്പിരിച്വൽ യോഗയാണ്. അവൾ ഇതിന് വേണ്ടിയിട്ട് യാതൊരു ഒരു മെഡിറ്റേഷനായിട്ടുള്ളൊരു ക്ലാസ്സിനോ യാതൊന്നിനും പോയിട്ടില്ല. യൂട്യൂബ് കണ്ടിട്ട് മെഡിറ്റേഷൻ, സ്പിരിച്വൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ പോവാണെന്ന് പറഞ്ഞു. അത് ഈ യൂട്യൂബ് കണ്ടിട്ട് നമുക്കത് സാധ്യമാണോ? യൂട്യൂബും കാണണമെന്നില്ല. രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറേ പേര് കുറേ കാര്യം ചോദിക്കും. അപ്പോഴൊക്കെ അയാൾ പല ഉത്തരവും പറയും. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത് ഇത് പല വേദങ്ങളിലുള്ളതാണ്. അദ്ദേഹം അത് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ സെൽഫ്, നമ്മൾ സ്വയംഭൂ എന്ന് പറയും, അങ്ങനെയുള്ളവരുണ്ടാവാം. ഇന്ന് നമ്മൾ ധരിക്കുന്നത് യൂട്യൂബ് മോശം, അങ്ങനല്ല. ഓരോ കാര്യങ്ങളും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. യൂട്യൂബ് മോശമെന്നല്ല പറയുന്നത്. അത് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എന്തിലാണ് ഞാൻ ചോദിക്കട്ടെ, ഈ പഠിപ്പിക്കുന്ന പല യോഗ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരിൽ ഹഠയോഗ പ്രദീപിക വായിച്ചിട്ടുള്ള ഒരു വരുന്നുണ്ട്. ആദ്യത്തെ യോഗയിൽ ചൊല്ലുന്ന മന്ത്രം എന്താണ്? യോഗേന യോഗേന ചിത്തസ്യ പതേന വാച മലം ശരീരസ്യ വൈദ്യകേന. ഇതിലർത്ഥം യോഗേന ചിത്തസ്യാണ്, മനസ്സിനാണ് യോഗം. പഠിപ്പിക്കുന്നത് എന്താണ്? അയാൾ തലകുത്തി നിൽക്കാനും കാലിന്റെ മുകളിൽ കാലെടുത്ത് വെക്കാനും ഒക്കെ അല്ലേ. ഇതൊന്നും പതഞ്ജലി പറഞ്ഞിട്ടില്ല. പതഞ്ജലിയുടെ സൂത്രത്തില് തലകുത്തി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, കാല് വളച്ചു വെക്കാൻ പറഞ്ഞിട്ടില്ല. സുഖാസന പറഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ ഇരിക്കുമ്പോ ചോദിച്ചു കുഷ്യൻ വേണോ, കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചില്ലേ. ആ സുഖം ആസനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആ എനർജിയാണ് നമ്മളെ കർമ്മയോഗിയാക്കുന്നത്. ഇപ്പൊ നമ്മള് ഹഠയോഗ ഇങ്ങനെ പല തരത്തിലുള്ള ഇതുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ യോഗ പഠിപ്പിക്കുന്ന എല്ലാ മാസ്റ്റേഴ്സും കറക്റ്റ് ആയിട്ട് ടീച്ച് ചെയ്തിട്ടുള്ളത്, അവർ ശരിക്കും പഠിച്ചിട്ടുള്ളതൊന്നുമല്ല. ഒരു സ്ഥലത്തുനിന്ന് പഠിക്കുന്നു, അവരെന്തൊക്കെയോ ചെയ്യുന്നു. കറക്റ്റായിട്ട് ബ്രെത്ത് കൺട്രോൾ ചെയ്യാൻ പോലും പല യോഗാചാര്യന്മാർക്കും അറിയില്ല. അവർ തെറ്റായതാണ് പഠിപ്പിക്കുന്നത്. യെസ്, അവർ തെറ്റായതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ മറ്റൊരു നല്ല യോഗ ചെയ്യുന്ന ആൾക്കാരെ വാർത്തെടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നമ്മള് ചെറുപ്പത്തിൽ നമ്മള് വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പലകൾ ഉപയോഗിക്കാറുണ്ട്. ആ കുട്ടിപ്പലക ഓരോരോ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്ത കനത്തിലാണ്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കുന്ന പലയുടെ സൈസ് അല്ല വലിയ ആൾക്കാരിരിക്കുന്ന പലയുടെ സൈസ്, ഹൈറ്റ് വ്യത്യാസം. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാവൂ എന്ന നിയമത്തിലാണ്. എനിക്കിഷ്ടമുള്ള പല എൻ്റെ പലയുണ്ട്, അത് എൻ്റെ ചേട്ടൻ്റെ പലയല്ല, ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നിടത്താണ് ഞാൻ ഇരിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞ യോഗയുടെ സിദ്ധാന്തം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഞാനെങ്ങനെ ഇരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദിനചര്യ ഉണ്ടായിരുന്ന ഒരു ലോകം, ആ ഒരു കാലം. നമ്മൾ കിടക്കുമ്പോൾ വാമഭാഗേശനസ്യ വിഷഗ്യം കിം പ്രയോജനം, ഇടത്തോട്ട് തിരിഞ്ഞു കിടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അസുഖം വരില്ല. മിതം ഭുക്ത്വാ ശതം ജിത്വാ വധശതം ശനൈ വാമഭാഗേശനസ്യ, കുറച്ചേ കഴിക്കാവൂ. ഇങ്ങനെ പല സിസ്റ്റംസും നമ്മുടെ ഭാഗത്ത് ഇന്ത്യൻ മെഡിക്കൽ കോഴ്സ് ഡോക്ടർ TPS പഠിച്ച കാണാം. എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ജീവിതചര്യയാണ് യോഗ. അതിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. സമാധി ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്ററാണ് ഞാൻ. ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. കാരണം ആരെയും പഠിപ്പിക്കരുതെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ദിനചര്യകളിൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം, എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാം, എങ്ങനെ കംഫർട്ടബിൾ ആവാം എന്നൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ യോഗേന ചിത്തസ്യ, ആ മനസ്സുണ്ടാക്കിയെടുക്കാനും പതേന വാച, നല്ല വാക്കുകൾ പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കാനും ഒക്കെയാണ് പതഞ്ജലി പഠിപ്പിച്ചത്. മലം ശരീരസിക വൈദ്യ, നമ്മുടെ ശരീരത്തിലുള്ള മലങ്ങളൊക്കെ മാറ്റിയിട്ട് സുഖമായിട്ടുള്ളൊരവസ്ഥ, അസുഖമില്ലാത്ത അവസ്ഥയല്ല, അസുഖമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വെൽബീയിങ് നടത്താൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതചര്യ മാറ്റുന്നതാണ് യോഗ. ഇന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാ? രാവിലെ 10 മിനിറ്റ് യോഗ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാ അശകോശലും ചെയ്യുക. അതെന്താ കാര്യം? അതിൽ രമണ മഹർഷി നല്ലൊരു രമണ ഡോക്ടർ TPS നടിച്ച ഈ ശ്ലോകം ഫുൾ കേൾക്കാം. അതിലൊരു ലൈൻ ഞാൻ യോഗേന ചിത്തസ്യ പതേന വാച മലം ശരീരസ്യ, അത് കൃത്യമായിട്ട് കൺസ്യൂം ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ, കൃത്യമായിട്ട് ശ്വാസം എടുത്താൽ എല്ലാ അസുഖങ്ങളും മാറും.
അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. അപ്പൊ ഈ പ്രാണായാമം ചെയ്യണേനും അതിന്റേതായ ഒരു സിസ്റ്റം ഉണ്ട്. അല്ല, അത് തെറ്റായിട്ട് ചെയ്താലും എല്ലാ അസുഖവും വരുന്നു. അതേപോലെ തെറ്റായ രീതികളുണ്ട്. കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഉത്തരമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പല പല യോഗ ടീച്ചർമാരാണ്, അവർക്കൊന്നും ഇത് കറക്റ്റ് ആയിട്ട് അറിയുക പോലും ഉണ്ടാവില്ല പലർക്കും. അതുകൊണ്ട് പറ്റുന്നത് അസുഖമുള്ള ജനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രാണബന്ധനാത് ലീയതേ മനസ്സിനെ ലയിപ്പിച്ച് ശാന്തമായിട്ട് കൊണ്ടാക്കാൻ പറ്റുന്നതാണ് രമണ മഹർഷി പറഞ്ഞത്. അടുത്ത ലൈനിൽ പറഞ്ഞെന്താണ്? ജാലപക്ഷിവത് ദീനരോധനം. ഈ കൂട്ടിലിട്ടിരിക്കുന്ന പക്ഷി വളരെ ഹാപ്പിയാന്നൊക്കെ നമുക്ക് കാണും അല്ലേ? ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മളോട് ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ വലിയ ഹാപ്പി തന്നെയായിരിക്കും. അതുപോലെയാണ് ഈ മെഡിറ്റേഷനും ഈ പ്രാണായാമൊക്കെ ചെയ്തത്. ജാലകം തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരൊറ്റ ഓട്ടമാണ്. നമ്മുടെ ജീവിതം അതുപോലെ ഈ ചെയ്യുന്ന സമയത്ത് പോലും ഈ കൂട്ടിലിരിക്കുന്ന അവസ്ഥയിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഒരു യോഗിയായി മാറുന്നവരാണ് ഏറ്റവും നല്ല യോഗാചാര്യൻ. ഇപ്പൊ നമ്മള് സ്പിരിച്വലി ആത്മാവ് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. യോഗയെ കൂടെ അതല്ലെങ്കിൽ മെഡിറ്റേഷനെ കൂടെ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ഒരു ഇതിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ സ്പിരിച്വലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ? അത് നമുക്ക് ദേഷ്യം ദേഷ്യം ചില ആൾക്കാർ ഞാൻ സ്പിരിച്വലാന്ന് പറഞ്ഞിട്ട് കണ്ടിക്കണ്ടതൊക്കെ വിളിച്ച് പറയും, ദേഷ്യപ്പെടും. കാരണം എന്താ കാര്യം അറിയോ? ഭഗവത്ഗീതയുടെ 2ാമത്തെ ചാപ്റ്ററിൽ 54 മുതൽ 72 വരെയുള്ള ശ്ലോകമെങ്കിലും പഠിക്കണം എന്ന് പറയാം. അതിൽ കൃത്യമായിട്ട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുനൻ ആകെ ദുഃഖത്തിലും വിഷമത്തിലും വാർഫീൽഡിൽ ഇരിക്കുമ്പോഴാണ് ടെൻഷനിലൊക്കെയാണ്. അപ്പോഴാണല്ലോ ഗീത പറയുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ തീരാറായ സമയത്താണ് 54 ശ്ലോകം പഠിപ്പിച്ച തീർന്നു. ശരിക്കും അത്രയ്ക്കേ വേണ്ടു ഗീത. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, ഒരു സ്ഥിതപ്രജ്ഞനെ പോലെ ഒന്ന് ആക്ട് ചെയ്യാൻ പറ്റും എനിക്ക്? സ്ഥിതപ്രജ്ഞസകാ ഭാഷ എങ്ങനെയാണ് സംസാരിക്കുക എന്നൊന്ന് പഠിപ്പിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടെങ്കിലും ഡയലോഗിലെങ്കിലും അങ്ങനെ മാറ്റിയാലും ആള് വിചാരിക്കുമല്ലോ ഞാൻ അങ്ങനെയായി. എന്നിട്ട് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് ദുഃഖേഷു അനുദിഗ്ന മന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ സ്ഥിതതീർ മുനിരുച്യതേ. ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. വീത രാഗ ഭയ ക്രോധം, രാഗവും ദ്വേഷവും ഭയവും ക്രോധവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സോഫ്റ്റൻ ചെയ്യാൻ പറ്റുന്നവരാണ് യോഗി. ഇമ്മീഡിയറ്റ് ആയിട്ട് സോഫ്റ്റൻ ചെയ്യുന്നതാണ് യോഗി. അത് ഒരു വൈരാഗ്യമായി വെച്ച് പിന്നെ അതിന് കാച്ചി കൊടുക്കാൻ, അല്ലാണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം കണ്ടത് എടുത്തെറിയ ബഹളം വെക്കുക, അത് ആ ആൾക്കാർ ഒരിക്കലും സ്പിരിച്വൽ അല്ല. എന്തുകൊണ്ടാ വെച്ചാല് അവര് പഠിക്കാത്തത്. അവര് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കണം. ഇപ്പൊ ഞാൻ ഇന്നലെ ഗുരുവായൂർ ചെയ്തിരുന്ന പ്രോഗ്രാമിൽ ഈ 54 മുതൽ 72 വരെയുള്ള ശ്ലോകമാണ് എൻ്റെ സമാധി സ്പർശം ആധാരം. എങ്ങനെ സ്ഥിതപ്രജ്ഞനാവാം, എങ്ങനെ ഇത് ഈ കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചത് ഇന്നലെ പഠിപ്പിച്ച എന്റെ മനസ്സിൽ പ്രൊഡക്റ്റീവാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോ അങ്ങോട്ട് പറഞ്ഞു മാത്രം. ഇതാണ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചത്. ഇതാണ് മനുഷ്യൻ പ്രൊഡക്റ്റീവ് ആവാനും കാമാവാനും കൾച്ചേർഡ് ആവാനും സ്പിരിച്വൽ ആവാനും. അതുകൊണ്ട് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ആവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരാൾ വേണം. അത് കൃത്യമായിട്ട് അറിയണം. അത് നല്ല മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പഠിക്കണം. ഈ ഇരിക്കുന്ന സ്ഥലത്ത് ബ്രഹ്മശ്രീ KPC അഞ്ജൻ ഭട്ടതിരിപ്പാട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത് 26 വർഷം മുമ്പാണ്. നമ്മുടെ ഏരിയയിൽ അങ്ങനെയുള്ള ഒരു യോഗാചാര്യൻ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതിനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 26 വർഷമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്, എന്താണ് അതിന്റെ കണ്ടന്റ്, അതല്ലാതെ ഒരു കൾട്ട് ഉണ്ടാക്കിയിട്ട് ഫേമസ് ആക്കുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ സ്വാമി രാമ ഹിമാലയൻ ട്രഡീഷൻ, അദ്ദേഹത്തിന്റെ സ്വാമി വേദഭാരതിയുടെ ശിഷ്യനാണ്. നമ്മളിങ്ങനെ പറയും ഇന്ന് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന അയാളുടെ കൂടെ എത്ര ഉണ്ട്, ഇയാളുടെ കൂടെ എത്ര ഉണ്ട്, അത് നോക്കിയിട്ടാണ്. അതല്ല, നമുക്ക് ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റണം. അവരുടെ അടുത്ത് നേരിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇംഗ്ലീഷ് ബ്ലാബ്ലാബ്ല അല്ല, റൂട്ടിലുള്ള. ഇപ്പം യോഗയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കോട്ട് ചെയ്തിട്ടുള്ള ഹഠയോഗ പ്രദീപികയാണ്, ഭഗവത്ഗീതയാണ്, രമണ മഹർഷിയാണ്. ഇങ്ങനെ കോട്ട് ചെയ്ത് പറയുമ്പോഴേ അതാവുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ അറിവാണ് യൂറോപ്യൻസിനൊക്കെ ഈ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയ ഇരിക്കുകയാണ് കൂടുതലും. അവർ കൃത്യമായിട്ട് പഠിക്കും. ഇപ്പം ഞാനിപ്പോൾ അമേരിക്ക പോയ സമയത്ത് ഒരു ചർച്ചിലാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത്. ഇവിടെ പറ്റും? ഇല്ല, പറ്റില്ല. നമ്പർ 1. നമ്പർ 2, അവിടെ
കുറേ ഭാഷകളിലുള്ള മ്യൂസിക് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കാരണം ഇന്ത്യക്ക് അത്രയും ഭാഷയുണ്ടല്ലോ. കാശ്മീർ, തമിഴ്, മലയാളം, ഗുജറാത്തി, ബംഗാൾ, സംസ്കൃതം, 6 ഭാഷകൾ. ഓരോ ലൈനെങ്കിലും പഠിപ്പിച്ചിട്ട് ഒരു എത്നിക് എക്സ്പോയിൽ പാടിപ്പിക്കാൻ വിചാരിച്ചു. അപ്പൊ ബംഗ്ല ഒരു നല്ല പാട്ട് പാടുന്ന ഒരു കുട്ടി, എനിക്കറിയില്ല, ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് ആ കണക്ട് ചെയ്തിട്ട് അവരുടെ കോറസ് ഗ്രൂപ്പിൽ പഠിപ്പിക്കാം. ബംഗ്ല പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഈ പള്ളിയിൽ അച്ഛൻ റവറൻഡ് നിക്ക് ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അന്ന് പഠിപ്പിച്ചത് ബംഗാളിലെ ഏറ്റവും നല്ല സോങ് ഏതാണ്, ലതാ മങ്കേഷ്കറൊക്കെ പാടിയിട്ടുള്ള എക്ല ചലോരി ടാഗോറിന്റെ ഒറ്റക്ക് നടക്കണം എന്നാണ്. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞത് ചർച്ചിന്റെ പ്രിൻസിപ്പിളിനെതിരാണ് ഒറ്റക്ക് നടക്കാൻ. അതുകൊണ്ട് ഏറ്റവും മോശം പാട്ടാണിത് ഞങ്ങൾ പറയുന്നത്. കൂട്ടം കൂടി നടക്കാൻ പാടുള്ളൂ. ചർച്ച് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി. ഓ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ തോന്നും. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആരെയും മൈൻഡ് ചെയ്യാതെ ഒട്ടൊക്കെ നടന്നോളൂ. ബംഗാളിയിൽ ടാഗോർ നമ്മൾ ഏറ്റവും ഫേമസ് ആണെന്ന് പറയുന്ന ഒരു സാധനത്തെ അല്ല അയാൾ അക്സെപ്റ്റ് ചെയ്തത്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ അവർ അനലൈസ് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്യില്ല. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് എന്നൊരു TV ഇന്റർവ്യൂ ചെയ്തത് വന്ദേ മാതരത്തെ കുറിച്ചാണ്. ചൊല്ലാം ചൊല്ലണ്ട എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 2011 ജനുവരി 26 പാലക്കാട് എന്റെ 90 കുട്ടികളെ ഞാൻ വന്ദേ മാതരം ചൊല്ലിക്കല്ല ചെയ്തത്, പഠിപ്പിക്കുകയായിരുന്നു. രാവിലെ 9 മണി മുതൽ 12 മണി വരെ വന്ദേ ഭാരതം മാതരം അർത്ഥത്തോടു കൂടി പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പഠിപ്പിക്കുക വേണ്ടത്, ചൊല്ലല്ല വേണ്ടത്. ചൊല്ലുകൊണ്ട് എന്താ കാര്യം? കാതൽ മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പൊ പഠിക്കണം, എൻജോയ് ചെയ്യണം, അത് പ്രാബല്യത്തിൽ വരുത്തണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു നടക്കണം. അതിന്റെ സുഖമാണ് നമ്മൾ അനുഭവിക്കണം. അല്ലാണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നവരാവരുത്. ഈ യോഗ മാസ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ കർമ്മം വേറെ എന്തെങ്കിലും കുക്കിംഗ് ആവാം, അത് ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ യോഗ മിക്സ് ചെയ്താൽ അതിന് മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ചില ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് യോഗ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ചില ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് യോഗയ്ക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. കൂടുതലും കമേഴ്ഷ്യൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.